ഞാൻ എം.എൻ. കാരശ്ശേരി. തെളി മലയാളം എന്ന നമ്മുടെ ഭാഷാ ചർച്ചയിലേക്ക് സ്വാഗതം. ഇന്നലെ മെയ് 8, അതായത് ലോക മാതൃഭാഷാ ദിനം. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ നമുക്ക് നമ്മുടെ മാതൃഭാഷയെപ്പറ്റി പ്രത്യേകമായൊരു കാര്യം ആലോചിക്കാനുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ അമ്മ എന്നുള്ളത് ലോകത്തിലെവിടെയും വലിയൊരു സങ്കല്പമാണ്. അബ്രഹാം ലിങ്കൺ പറയും, ഞാൻ വായിച്ച ഏറ്റവും മഹത്തായ പുസ്തകം എൻ്റെ അമ്മയാണ് എന്ന്. മുഹമ്മദ് നബി ഒരു ശിഷ്യൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞു, സ്വർഗം നിൻ്റെ ഉമ്മയുടെ കാലിനടിയിലാണ്. അറബി ഭാഷയിലെ ഒരു പഴഞ്ചൊല്ല്, ഉമ്മയെ നിന്ദിക്കുന്നവൻ, സ്ത്രീയെ നിന്ദിക്കുന്നവൻ സ്വന്തം ഉമ്മയെ നിന്ദിക്കുന്നു എന്ന്. അങ്ങനെ മാതൃഭൂമി, മാതൃഭാഷ തുടങ്ങിയ ഒരുപാട് സങ്കല്പങ്ങൾ. അപ്പോൾ എനിക്ക് പ്രത്യേകമായിട്ട് നമുക്ക് ഇപ്പോൾ ആലോചിക്കാനുള്ളൊരു കാര്യം, ഇങ്ങനെ അമ്മയെ വന്ദിക്കുന്ന ഒരു കൂട്ടരാണോ നമ്മളെന്നാ. എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? അപ്പം നമ്മൾ തെറി പറയാൻ തുടങ്ങുമ്പോൾ, ദേഷ്യം വരുമ്പോൾ ആദ്യം പറയുന്നത് എന്താ? നിൻ്റെ അമ്മേൻ്റെ എന്നും പറഞ്ഞ് തുടങ്ങുക. ഇനിയിപ്പോൾ അങ്ങോട്ടൊന്നും എനിക്ക് പറയാൻ വയ്യ. നമ്മുടെ ഭാഷയിൽ തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും എല്ലാ സമുദായക്കാരുടെ ഇടയ്ക്കും എല്ലാ ജാതി സമൂഹങ്ങൾക്കിടയ്ക്കും ഈ അമ്മയെ കഠിനമായി അധിക്ഷേപിക്കുന്ന ശൈലികളുണ്ട്. ആലോചിക്കുക, അത് എന്നെക്കൊണ്ട് പറയിക്കണം, എനിക്കൊന്നും പറയാൻ ഇഷ്ടമല്ല. എൻ്റെ ഭാഷയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് ആലോചിക്കാൻ തന്നെ ഇഷ്ടമല്ല എനിക്ക്. നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം. ഇത് കേൾക്കുന്നവരൊക്കെ ആലോചിക്കുക. അവർ പറയുന്നുണ്ടാവില്ല, പക്ഷെ മറ്റുള്ളവർ പറയുന്നവർ കേൾക്കുന്നുണ്ടാവും. ഇപ്പോൾ ഞാനിത് പറയുന്നില്ല, എനിക്കത് പറയാൻ വയ്യ. എന്തുകൊണ്ടാണ് നമുക്ക് ദേഷ്യം വരുമ്പോൾ, ശകാരിക്കുമ്പോൾ, തെറി പറയാൻ വരുമ്പോൾ സ്വന്തം അമ്മയെ ചേർത്ത് പറയുന്നത്? അപ്പം നമുക്ക് ആലോചിക്കൂ, നമുക്കിപ്പോൾ നമ്മളെ പെറ്റ അമ്മയോട് ബഹുമാനമുണ്ടെങ്കിൽ വേറെ ഒരുത്തൻ്റെ അമ്മയെ നിന്ദിക്കാൻ സാധിക്കുമോ? അതാലോചിച്ചാൽ മതി. വേറെ അധികം സിദ്ധാന്തമൊന്നും ആലോചിക്കണ്ട. അമ്മ എന്നുള്ളതൊരു വലിയ സങ്കല്പമാണ്. മാതൃത്വം എന്നൊക്കെ പറയുള്ളൂ. ജനനിയും ജന്മഭൂമിയും സ്വർഗത്തെക്കാൾ മേലെയാണ് എന്ന് രാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്ന ഒരു കഥാസന്ദർഭമുണ്ട്. അത് വാൽമീകി രാമായണത്തിലുള്ളതല്ല, അത് വളരെ പ്രസിദ്ധമാണ്. ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. അമ്മയും അമ്മനാടും സ്വർഗത്തിലും മേലെയാണ്. എന്താണെന്ന് വെച്ചാൽ, വിഭീഷണ മഹാരാജാവിൻ്റെ സൽക്കാരത്തിന് പോകുമ്പോൾ അദ്ദേഹം ക്ഷണിച്ചാലും നമുക്കിവിടെ കൂടാം എന്ന് നീ വിചാരിക്കരുത് ലക്ഷ്മണ, നമുക്ക് തിരിച്ചു പോകണം, നമ്മളെ അമ്മമാർ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഘട്ടത്തിൽ രാമൻ പറയുന്നതാണ് ഈ വാക്യം. ഞാൻ ഒരിക്കലൂടെ പറയുന്നു, അത് വാൽമീകി രാമായണത്തിലുള്ളതല്ല. പക്ഷെ അങ്ങനെ ഒരുപാട് രാമായണത്തില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നാട്ടുനടപ്പായിട്ട്, ചൊല്ലായിട്ടും, കഥയായിട്ടും, ഐതിഹ്യമായിട്ടും, കടങ്കഥയായിട്ടും ഒക്കെ ഇങ്ങനെ പ്രചാരത്തിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ്
നമ്മുടെ ഭാഷയിൽ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം എന്നൊരു ചൊല്ലുണ്ടായത്. രണ്ട് പക്ഷം ഉണ്ടാവാൻ പാടുണ്ടോ? ആലോചിച്ച് നോക്കൂ. മലയാളത്തിൽ അങ്ങനെ ചൊല്ലുണ്ട്. ഇപ്പോൾ അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട് എന്ന് ഒരു ശൈലിയുണ്ട് നമുക്ക്. അപ്പോൾ നമ്മളങ്ങനെ ചെയ്തിട്ടാണല്ലോ. കാരണം അമ്മ നമുക്കെതിരായിട്ടൊന്നും ചെയ്യില്ല, അല്ലെ അമ്മ കൂട്ടിയാൽ നമ്മളോടൊന്നും കൂടില്ല, നമ്മുടെ അമ്മയല്ലേ. അപ്പോൾ അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട് എന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെങ്കിലും ഏതെങ്കിലും നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ? അമ്മയെ തല്ലിയാൽ രണ്ട് പക്ഷം ഏതെങ്കിലും നാട്ടിലുണ്ടാവുമോ? ആക്ഷേപിച്ചുകൊണ്ട് സംസ്കൃതത്തിലൊരു ചൊല്ലുണ്ട്, ഘടം ഭിത്വ മാതരം പ്രഹരൻ നബി. അത് പാത്രം ഉടച്ചിട്ടോ അമ്മയെ തല്ലിയിട്ടോ ആളുകൾ പേരുണ്ടാക്കുന്നു. അത് ദുഷ്പേരെന്ന അർത്ഥം, അതായുള്ളൂ. അത് സൽപ്പേരാന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞാൻ കുട്ടിക്കാലത്ത് കേട്ടൊരു മുദ്രാവാക്യം, അമ്മയെ ഞങ്ങൾ മറന്നാലും അങ്കമാലി മറക്കില്ല എന്നാണ്. അങ്കമാലി കല്ലറയിൽ ഞങ്ങളുടെ സഹോദരരുണ്ടെങ്കിൽ ഓരോ തുള്ളി ചോരയ്ക്കും പകരം ഞങ്ങൾ ചോദിക്കും. വിമോചന സമരകാലത്ത് കോൺഗ്രസ്സുകാരും ലീഗുകാരും PSP എന്ന് പറഞ്ഞാൽ അന്നൊരു പാർട്ടിയുണ്ട്, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, അതിന് കോലീപി സഖ്യം എന്ന് പറയാം. അവർ വിളിച്ച മുദ്രാവാക്യം അത് എന്താ? അത് അങ്കമാലിയിൽ അന്നൊരു വെടിവെപ്പുണ്ടായി, അവിടെ കുറച്ച് ആളുകൾ മരിച്ചു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതാണ് അങ്കമാലി കല്ലറയിൽ ഞങ്ങളുടെ സഹോദരരുണ്ടെങ്കിൽ ഓരോ തുള്ളി ചോരയ്ക്കും പകരം ഞങ്ങൾ ചോദിക്കും. അതെന്നെ കുറിച്ച് കടുപ്പുള്ള മുദ്രാവാക്യം. പക്ഷേ അതിനേക്കാൾ എത്ര കടുപ്പാന്ന് ആലോചിച്ച് നോക്കൂ. അമ്മയെ ഞങ്ങൾ മറന്നാലും അങ്കമാലി മറക്കില്ല. അമ്മയെ മറക്കാൻ സാധിക്കും എന്ന് ഒരു മുദ്രാവാക്യത്തിൽ വിളിക്കണമെങ്കിൽ എത്ര കടുപ്പം വേണം? ഇന്നിപ്പോൾ അതൊക്കെ ജീവിത യാഥാർത്ഥ്യമായി. അമ്മയെ തല്ലുന്നവർ, അമ്മയെ തല്ലിക്കൊല്ലുന്നവർ, അമ്മയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്നവർ, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു വിധം ഉണ്ടായിരുന്നു. ചിലപ്പോൾ പോലീസ് പിടിച്ചു. അപ്പോൾ വൃദ്ധസാധനത്തിൽ കൊണ്ട് തള്ളുന്നവർ, ഗുരുവായൂർ അമ്പലനടയിൽ കാളയെ ആടിനെയൊക്കെ നടതള്ളും പോലെ അമ്മയെ നടതള്ളുന്നവർ. ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ ആരെപ്പറ്റിയാണ്, എന്തിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്? മാതൃഭാഷയുടെയും മാതൃഭൂമിയുടെയും മഹത്വത്തെപ്പറ്റി ഞാൻ ഏത് സമൂഹത്തോട് സംസാരിക്കുന്നു? വളരെ വളരെ എനിക്ക് വളരെ നാണക്കേട് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചൊല്ലുകളിലും നമ്മുടെ പഴമൊഴികളിലും നമ്മുടെ ശൈലികളിലും നമ്മുടെ കടങ്കഥകളിലും നമ്മുടെ പാട്ടുകളിലും ഒക്കെയുള്ള മാതൃവിരോധത്തെപ്പറ്റി നമ്മൾ ബോധവാന്മാരാകണം എന്നാണ് ഈ മാതൃഭാഷാ ദിനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് പറയാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം, ഇനി ദേഷ്യം വരുമ്പോൾ, ശകാരിക്കാൻ വരുമ്പോൾ, തെറി പറയാൻ വരുമ്പോൾ സ്വന്തം പെറ്റ അമ്മയെ ഓർത്തിട്ടെങ്കിലും അമ്മമാരെ നിന്ദിക്കുന്ന മട്ടിൽ വാക്ക് പറയാതിരിക്കാൻ, തെറി പറയാതിരിക്കാൻ നമുക്കൊരു സൂക്ഷ്മത വേണം എന്നാണ് എൻ്റെ അപേക്ഷ. നമ്മുടെ നാടിൻ്റെ ഒരു പേര് ഭാർഗവക്ഷേത്രം എന്നാണ്. ഭൃഗുരാമൻ സൃഷ്ടിച്ചാണ് ഈ ഭൂമി എന്നാണ്. ആരാ ഭൃഗുരാമൻ? പരശുരാമൻ. പരശുരാമൻ മഴുവെറിഞ്ഞാണ് ഈ ഭൂമി കടലിൽ നിന്ന് വീണ്ടെടുത്തതെന്നാണ്. പരശുരാമൻ്റെ കഥകളിൽ പ്രധാനപ്പെട്ട ഒന്ന് അമ്മയുടെ കഴുത്ത് വെട്ടിയെന്നാണ്. അപ്പോൾ ഈ ഭാർഗവക്ഷേത്രത്തിൽ അമ്മമാർക്ക് രക്ഷയുണ്ടാവുന്നില്ല എന്നുള്ളതിന് ഒരു പുരാവൃത്തത്തോളം പഴക്കമുണ്ട് എന്നതും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. നമസ്കാരം.